എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. റിനു ശ്രീധരൻ നമുക്ക് പോകേണ്ട. റിനു ശ്രീധർ, കുടുംബം ആവശ്യപ്പെട്ടത് മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയയാൾക്ക് വധശിക്ഷ കിട്ടണം എന്നതായിരുന്നു. ആ കാര്യം കോടതിയും കണ്ടിരിക്കുന്നു. അത് അവർക്ക് നേരിട്ട് ജഡ്ജിയിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞ ആ ഒരു ആശ്വാസത്തോടെയാണോ ആ കുടുംബം ഇപ്പോൾ കോടതി വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നത്? തന്നെയാണ് ആ കുടുംബം വീട്ടിലേക്ക് മടങ്ങിയത് എന്ന് തന്നെയാണ് അമ്മ പുറത്തേക്ക് വരുമ്പോൾ വളരെ വികാരനിർഭയായി പറഞ്ഞത്. തൻ്റെ മകന് നീതി ലഭിച്ചു, ആ നീതി വാങ്ങിത്തന്ന എല്ലാവർക്കും നന്ദി എന്നുള്ളതാണ്. ജഡ്ജിനുമൊപ്പം പ്രോസിക്യൂഷനും എല്ലാവർക്കും നന്ദി എന്നുള്ള ഒരു വാചകമാണ് അവരുടെ വാക്കിൽ ഉണ്ടായത്. എന്തായാലും അച്ഛനും അമ്മയും, ഷാരോണിൻ്റെ അച്ഛനും അമ്മയും ആത്മസംതൃപ്തിയോടുകൂടി കോടതി വളപ്പിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് സങ്കടമടക്കാൻ കഴിഞ്ഞില്ല. അല്പം മുമ്പ് ഞാനൊരു വൈകാരികമായിട്ടുള്ള നിമിഷത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു. അത് കഴിഞ്ഞ നിമിഷങ്ങളിൽ പങ്കുവെച്ചതാണ്. കാരണം ഈ കോടതി മുറിക്കുള്ളിൽ വെച്ച് പ്രോസിക്യൂഷൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറോടും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോടും വന്ന് ആലിംഗനം ചെയ്ത അച്ഛൻ പറയുന്ന സങ്കടങ്ങൾ അപ്പോൾ പ്രോസിക്യൂട്ടർ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: നിങ്ങളുടെ മകനെ എനിക്ക് തിരികെ നൽകാൻ കഴിഞ്ഞില്ല, പക്ഷേ ആ നീതി വാങ്ങി നൽകുവാൻ വേണ്ടി കഴിഞ്ഞു, അതിൽ ആത്മസംതൃപ്തരാണ് ഞങ്ങൾ എന്നുള്ളതാണ് ഈ വിനീത് കുമാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും അതുപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നത്. പറഞ്ഞു വെച്ച് എന്തായാലും നമ്മളെല്ലാവരും ഇത്രയും ഒരു വധശിക്ഷ ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ജീവപര്യന്തമോ ഇരട്ട ജീവപര്യന്തമോ വിധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നെയ്യാറ്റിൻകര ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് AM ബഷീർ ഇതിനു മുൻപും വധശിക്ഷ വിധിച്ച് ചരിത്രമുള്ള ഒരു കോടതിയും ജഡ്ജുമാണ്. ഇന്നിപ്പോൾ ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വളരെ നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം അതിക്രൂരമായിട്ടുള്ള കൊലപാതകം, ബ്രൂട്ടൽ മർഡർ ആയിരുന്നു ഗ്രീഷ്മ നടത്തിയത് എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. ഒപ്പം വളരെ വൈകാരികമായി തന്നെ കോടതി പറയുന്നത് ഒരു പ്രണയത്തെ കൂടി ഇല്ലാതാക്കി എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അത്രയധികം സ്നേഹിച്ചിരുന്നു ഗ്രീഷ്മയെ ഷാരോൺ എന്നുള്ളതാണ്. ആ മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ തള്ളിപ്പറയുവാനോ ഗ്രീഷ്മയാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു ഒറ്റുകൊടുക്കുവാനോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഷാരോണിനെ കുറിച്ച് കോടതി നിരീക്ഷിച്ചത്. എന്തായാലും ഇറ്റ്സ് എ ബ്രൂട്ടൽ മർഡർ എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് ഒരിളവും പ്രായത്തിൻ്റെ ഇളവ് പോലും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അതുപോലും നൽകാൻ തയ്യാറല്ല എന്നുള്ളത് കോടതി ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഏകദേശം അരമണിക്കൂറോളം നിരീക്ഷണങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിച്ചതിന് ശേഷമാണ് ജഡ്ജ്മെന്റ് വരുന്നത്. വധശിക്ഷയാണ് വരുന്നത്. അതിനു മുമ്പ് 5 വർഷവും 10 വർഷവും തടവ് കൂടി വിധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, കൊലപാതകത്തിന് വധശിക്ഷയും വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അമ്മാവനായിട്ടുള്ള നിർമ്മൽ കുമാറിന് 3 വർഷം തടവും 50,000 രൂപ പിഴയും അടക്കണമെന്നുള്ള ഒരു വിധിയും നിർദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിധിയും പുറപ്പെടുവിച്ചിട്ടുണ്ട് കോടതി. എന്തായാലും അതിനിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കേരളം ഉറ്റുനോക്കിയ വിധിയാണ്. ജനങ്ങൾ എല്ലാവരും, മലയാളികൾ എല്ലാവരും ഉറ്റുനോക്കിയ വിധി തന്നെയാണ്. നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഷാരോണിന്റെ അമ്മ പറഞ്ഞത് നീതിമാനായ ജഡ്ജിക്ക് നന്ദി എന്നാണ്. ആ അമ്മയുടെ വാക്കുകളിലേക്ക്. വളരെ തൃപ്തികരമാണ്. നീതിമാനായ ജഡ്ജിക്ക് 1000 ഷാരോൺ, നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി. നിഷ്കളങ്കനായ എൻ്റെ മകൻ്റെ നിലവിളി കേട്ട് ജഡ്ജിൻ്റെ രൂപത്തിൽ ദൈവം ഇറങ്ങി വന്നു. അങ്ങനെയാണ് അമ്മ പറഞ്ഞു വെക്കുന്നത്. ആ അമ്മയുടെ ഉള്ളിൽ നിന്ന് വരുന്ന കണ്ണുനീർ, ആ കണ്ണുനീർ ആ ജഡ്ജി കണ്ടു എന്നുകൂടി വേണ്ടേ ഈ വിധി കാണുമ്പോൾ? തീർച്ചയായും സുജയ, ആ കണ്ണുനീർ കണ്ടു നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം. കാരണം
സ്വന്തം മകനെ നഷ്ടപ്പെട്ട് 2 വർഷത്തോളമാകുന്നു. 26 മാസവും 20 ദിവസവും പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് വരുന്നത്. ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്.